Hi and welcome to our classes daily news analysis. ഇന്ന് ഹിന്ദുവിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കാവേരി പാനൽ ആസ് കർണാടക ടു എൻഷുർ ഫ്ലോ ഓഫ് വാട്ടർ ഫോർ തമിഴ്നാട്. ഈ ഒരു കാവേരി ഇഷ്യൂവും അതുപോലെ തന്നെ വാട്ടർ ഷെയറിങ്ങിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു കാവേരി ഇഷ്യൂവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കാവേരി ഇഷ്യൂ. ആ കാവേരി ഇഷ്യൂവിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ബോഡി, അതായത് ഈ രണ്ട് സ്റ്റേറ്റ്സ് തമ്മിൽ ഒരു വാട്ടർ ഷെയറിങ്ങിനെ കുറിച്ച് ഇഷ്യൂ വന്നപ്പോൾ അത് എങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കാവേരി ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, അതായത് ഇഷ്യൂസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന കൂടുതൽ കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മീഷനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ കാവേരി വാട്ടർ റെഗുലേറ്ററി കമ്മീഷൻ. ഓക്കെ, ഈ ഒരു ബോർഡിനെ കുറിച്ചാണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്വാളിറ്റി ആൻഡ് ഗവേണൻസിൽ പ്രിലിംസിന്റെ ബേസിസിൽ ഇതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 11. ഓക്കെ, പാർട്ട് 11 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് യൂണിയനും സ്റ്റേറ്റ്സും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുമ്പോൾ അതിനെ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പാർട്ട് 11. അതിൽ തന്നെ ആർട്ടിക്കിൾ 262 പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇന്റർസ്റ്റേറ്റ് റിവേഴ്സ് അല്ലെങ്കിൽ റിവർ വാലീസ് ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് പാർലമെന്റ് എന്തെങ്കിലും ഒരു ലോ കൊണ്ടുവരാം, ആ ലോ പ്രകാരം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇന്റർസ്റ്റേറ്റ് റിവർ ബോഡീസിന് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് പാർലമെന്റിന് വിട്ടുകൊടുക്കുന്നുണ്ട്. ഓക്കെ, പാർലമെന്റിന് ഒരു ലോ കൊണ്ടുവന്നിട്ട് അത് തീർക്കാം എന്നുള്ളത് കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മിറ്റി അല്ലെങ്കിൽ റെഗുലേഷൻ കമ്മിറ്റി എന്ന് പറയാം. ഓക്കെ, ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഉണ്ട്. Interstate Water River Water State River Water Disputes Act 1956. Under this section 6A, okay, under the section 6A പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് കാവേരി വാട്ടർ മാനേജ്മെന്റ് സ്കീം ഫസ്റ്റ് ജൂൺ 2018 കൊണ്ടുവന്നത്. അതിന്റെ അണ്ടറാണ് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയും കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റിയും കൊണ്ടുവന്നത്. ഇതിന്റെ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ പറഞ്ഞ പ്രകാരമായിരുന്നു ആ ഡിസിഷൻസ് നിറവേറ്റാൻ വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, ഈ റെഗുലേഷൻ കമ്മീഷന്റെ അണ്ടറിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഐഡിയ കൂടെ കീപ്പ് ചെയ്തേക്കുക. ചെയർമാൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. Then there are two whole-time members. Okay, there are two whole-time. Okay, there are two whole-time members. Then there is two part-time members. Then we have four part-time members from states. Okay, ഇതാണ് ജസ്റ്റ് ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇത് അറിഞ്ഞാൽ മതി. ജസ്റ്റ് കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മീഷൻ ഫോം ചെയ്തത് ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് ആണ്. പാർട്ട് 11 കോൺസ്റ്റിറ്റ്യൂഷൻ സംസാരിക്കുന്ന കാര്യം ഒരു ഐഡിയ. നെക്സ്റ്റ്, ചൈനസ് ഡിസീസ് എനേബിൾ ഓഫ് റഷ്യ വാർ സേസ് നാറ്റോ. ചൈനയാണ് റഷ്യ വാറിന്റെ ഡിസീസീവ് എനേബിളർ എന്നാണ് നാറ്റോ പറയുന്നത്. നാറ്റോയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുകയോ ഒന്നും തന്നെ നമുക്കിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നാറ്റോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. പ്രിലിംസിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് കുറിച്ച് പറയും. ന്യൂസ് പേപ്പർ തന്നെയാണ് പഠിക്കുന്ന ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത്. റീസെന്റ് നാറ്റോ അതിന്റെ 75th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത്. ദാറ്റ് വാസ് ഓൺ ദി 4th month on 2024. Okay, നാറ്റോ 75th ആനിവേഴ്സറി ചെയ്തു. നോർത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഫുൾ ഫോം മനസ്സിലാക്കിയിരിക്കുക. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. Okay, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഡേറ്റ് പ്രകാരം തന്നെ. ഇറ്റ്സ് ഓൺ April 4, 1949. Okay, 75 years ago. ഈ ഒരു ദിവസം വെസ്റ്റേൺ നേഷൻസ് എന്നത് വാഷിംഗ്ടൺ DC ഒത്തുകൂടുകയും ആ നേഷൻസ് എന്നത് ബാക്കി ഓരോ നേഷൻസിന്റെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഓർഗനൈസേഷൻ ചെയ്യാൻ നോക്കും. കാരണം സെക്കൻഡ് വേൾഡ് വാറിന്റെ മെമ്പേഴ്സ് ആണ്, സ്റ്റിൽ റോ ആയിരുന്നു, പുതിയ ത്രെറ്റ്സുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രീഡം സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്തു, നാറ്റോ എന്ന് പറഞ്ഞ സംഭവം ഫോം ചെയ്തു. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർ ഗവൺമെന്റൽ മിലിറ്ററി അലയൻസ് ആണ്. 1949 ആണ് ഫോം ചെയ്തത്.
മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഡിഫൻസ്, കളക്റ്റീവ് ആയിട്ടുള്ള ഡിഫൻസ്. ഓക്കെ, അത് തന്നെ പറയുന്നത്. സോ നാറ്റോ ഫോം ചെയ്യുന്ന സമയത്ത് 12 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. യൂറോപ്പ്, നോർത്ത് അമേരിക്ക കൺട്രീസിൽ നിന്നുള്ള 12 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഈ 12 മെമ്പേഴ്സിന് ശേഷം പിന്നീട് മെമ്പേഴ്സ് വന്നിരുന്നു. ഇപ്പം കറന്റ് 32 മെമ്പേഴ്സ് ഉണ്ട്. ആദ്യത്തെ സമയത്ത് ഉണ്ടായിരുന്ന 12 മെമ്പേഴ്സ് ആരാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിരിക്കുക. സോ ദേ ആർ ബെൽജിയം, then you have the Canada, then you have Denmark, then you have France, Iceland, Italy, Luxembourg, Netherlands, Norway, Portugal, UK, and the US. So ഇതായിരുന്നു 12 ഫൗണ്ട് മെമ്പേഴ്സ്. ബാക്കി മെമ്പേഴ്സ് നോക്കാം. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഡിഫൻസ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, carrying 1,930 containers, San Fernando becomes first mothership to dock as Kerala's Virinam port. So Kerala's Virinam port, നമുക്കറിയാം വിഴിഞ്ഞം പോർട്ടിലേക്ക് ഫസ്റ്റ് മദർഷിപ്പ് വന്നിരിക്കുകയാണ്. സോ ദിസ് നെയിം ഫിലിംസിന് കൊണ്ട് ഓർത്തിരിക്കുക, സാൻ ഫെർണാണ്ടോ. സോ സാൻ ഫെർണാണ്ടോ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഹാസ് കെയിം ഫ്രം ദി സൈമൺ പോർട്ട് ഇൻ ചൈന. ഓക്കെ, സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ പോയിന്റ്, ചെറിയ ചെറിയ പോയിന്റുകൾ കാര്യങ്ങളാണ് ഒന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, the next, India hosts BIMSTEC's foreign minister amid regime. സോ ബിംസ്റ്റെക് ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂസിൽ നിന്നും വേറെ കാര്യങ്ങളോ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ തോന്നുന്നില്ല. ജസ്റ്റ് ഈ ഓർഗനൈസേഷൻ, ബിംസ്റ്റെക്കിന്റെ ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഒരു റീജിയണൽ ഓർഗനൈസേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കംപ്രൈസിംഗ് ദി 7 മെമ്പർ സ്റ്റേറ്റ്സ് അറൌണ്ട് ദി ബേ ഓഫ് ബംഗാൾ റീജിയൻ. ഓക്കെ, സോ ബിംസ്റ്റെക്കിന്റെ കാര്യം അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ബിംസ്റ്റെക് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു നേഷൻ, അതിനെ കുറിച്ച് മനസ്സിലാക്കുക, എന്താണ് സംഭവങ്ങൾ. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് ഓർഗനൈസേഷൻ പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുക, ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക് ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ഓക്കെ, സോ ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഒരു യുണീക് ലിങ്ക് ആണ്, സൗത്തും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും തമ്മിൽ ഉള്ളൊരു ലിങ്ക് ആണ്. ഓക്കെ, 5 മെമ്പേഴ്സ് സൗത്ത് ഏഷ്യയിൽ നിന്നും, 2 എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് നിന്നാണ്. ഓക്കെ, മ്യാൻമാർ, തായ്ലൻഡ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ഇതാണ് മെമ്പേഴ്സ്. 1997 ബാങ്കോക്ക് ഡിക്ലറേഷനെ കൂടാണ് ഇത് വന്നിരുന്നത്. ഓക്കെ, ധാക്കയിലാണ് ഇതിന്റെ പെർമനന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക് ബ്ലോക്ക് ആയിരുന്നു ആദ്യം ഫോം ചെയ്തത്, അക്രോണിയം ബിസ്ടെക് എന്നായിരുന്നു. പിന്നീട് മ്യാൻമാറും കൂടെ വന്നതിന് ശേഷമാണ് അത് ബിംസ്റ്റെക് എന്ന് പറഞ്ഞ് മാറിയിരുന്നത്. ഓക്കെ, ഓക്കെ, മനസ്സിലാക്കുക. ഓക്കെ, സോ ബിംസ്റ്റെക്കിനെ കുറിച്ചും അത്രയൊക്കെ അറിഞ്ഞിരിക്കും. ഈ ഒരു കാര്യങ്ങൾ അവരുടെ ഗോൾ എന്ന് പറയുന്നത് ട്രസ്റ്റും ഫ്രണ്ട് റിലേഷൻസും കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ മെമ്പർഷിപ്പ് അവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിംസ്റ്റെക് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഇന്ത്യൻ ഷിപ്പ് ക്രൂ വിൻ എക്സെപ്ഷണൽ ബ്രേവറി അവാർഡ് ഫോർ റെഡ് സീ റെസ്ക്യൂ. സോ റെഡ് സീ റെസ്ക്യൂവിന് ക്യാപ്റ്റൻ അഭിലാഷ് റാവത്തും അദ്ദേഹത്തിന്റെ ക്രൂവിനും എന്ത് ചെയ്തു, അവാർഡ് കൊടുത്തിട്ടുണ്ട്. സോ അവാർഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ബട്ട് ഇവിടെ അവാർഡ് കൊടുത്തിരിക്കുന്ന ഓർഗനൈസേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, ദാറ്റ്സ് ദി IMO, ദാറ്റ് ഇസ് ദി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ കൂട്ടിക്കാര്യങ്ങൾക്ക് ചെക്ക് ചെയ്യുക. കുറച്ച് ഫാക്ട്സ് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. സോ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് UN സ്പെഷ്യലൈസ് ഏജൻസിയാണ്. ഷിപ്പിംഗ് സെക്യൂരിറ്റി ഓഫ് ദി വേൾഡിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അവർ ഹെഡ്ക്വാർട്ടേഴ്സ് in London ആണ്, ഫോംഡ് in 1948. And whether India is a member? Yes, India is definitely a member of this. That's the reason why they have been given an award for the Red Sea rescue. Okay, മനസ്സിലാക്കുക. Next, previous point of view, IAF contingent lands in Australia for biennial exercises. Biennial exercises വേണ്ടി IAF, Indian എയർഫോഴ്സ് ലാൻഡ് ചെയ്തിരിക്കുന്നു ഇൻ റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് ഇൻ ഡാർവിൻ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട എക്സസൈസിന്റെ പേരാണ്. വാട്ട് ഇസ് എക്സസൈസ് നെയിം? The exercise name is exercise pitch black. This is the important fact for them. Exercise pitch black. Okay, remember the name, exercise pitch black. Okay, അതാണ് ഇവിടെ മനസ്സിലാക്കണം. വേറെ ഒന്നും തന്നെ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് SJM-6 റോബോ ടാക്സ്, പുതിയൊരു ടാക്സ്. ഓക്കെ, ഇപ്പൊ ഉണ്ടാകുന്ന ടാക്സസിന് ഉള്ള ടാക്സസിന് പുറമെ പുതിയ ടാക്സസിന് പറഞ്ഞിരിക്കുകയാണ്. റോബോ ടാക്സ് ഫോർ AI ഇൻഡ്യൂസ്ഡ് ജോബ് ലോസ്. ഇപ്പൊ എന്താണ് SJM? സ്വദേശി ജാഗരൺ മഞ്ച്, രാഷ്ട്രീയ സ്വയംസേവക സംഘം, അതായത് ആർഎസ്ന്റെ ഫുൾ ഫോം, അവരോട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻ ആണ്. സോ ഇവരൊരു റോബോ ടാക്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ഉണ്ടായ ജോബ് ലോസസിന്റെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം സോ ഈ റോബോ ടാക്സിന്റെ പേർപ്പസ്, വാട്ട് ഈസ് ദി പേർപ്പസ്?
സോ പേർപ്പസ് എന്ന് പറയുന്നത് ജോബ് ലോസ്. ഓക്കെ, ആർക്കൊക്കെയാണോ അഡോപ്റ്റ് ചെയ്ത് കാരണം ഉണ്ടായ ജോബ് ലോസ് ഉണ്ടായിരിക്കുന്നത് അവർക്കൊരു സബ്സിഡൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഈ ടാക്സ് എന്ത് ചെയ്യും, ഒരു ഫണ്ട് ക്രിയേറ്റ്, ആ ഫണ്ട് വെച്ച് ഇങ്ങനത്തെ ഡിസ്പ്ലേസ് ആയിട്ടുള്ള വർക്കേഴ്സിന് സ്കില്ലിനെ മെച്ചപ്പെടുത്താനും പുതിയ ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്യാനും സഹായിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ പ്രപ്പോസൽ എങ്ങനെയാണ് ഇത് ഇൻസെന്റീവ്സ് കൊടുക്കുന്നത് വെച്ചാൽ, ഇതിനൊരു ഇൻസെന്റീവ്സ് കൊടുക്കാൻ അവർ ഈ റോബോ ടാക്സിന് കിട്ടുന്ന അത് ഒരു ഇൻസെന്റീവ് കൊടുക്കാൻ അവർ പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും കുറച്ച് കൂടുതൽ എംപ്ലോയീസ് നൽകുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഒരു ഇൻസെന്റീവ് കൊടുക്കാം എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്മോൾ ഫാമേഴ്സിന് ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള മൈക്രോ ഇറിഗേഷൻ പ്രൊജക്ട്സിനും ഈ ഒരു ടാക്സ് നമുക്ക് യൂസ് ചെയ്യാമെന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, സോ അവരുടെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കാരണം ഇമ്പാക്ട് ഉണ്ടായത് കാരണം ഒരുപാട് ജോബ് ലോസ് ഉണ്ടായിരുന്നുണ്ട്, അതിന്റെ ആയിട്ടുള്ള എക്കണോമിക് മെഷേഴ്സ് ആണ് ഇതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, കാരണം നമുക്കറിയാം കാരണം ഒരുപാട് ഓട്ടോമേഷൻ വന്നിട്ടുണ്ട്. അഡ്വാൻസ് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആണ് ഇപ്പോൾ ആ ഓട്ടോമേഷൻസ് എല്ലാം തന്നെ കൊണ്ടുപോകുന്നത്. സോ ആ ഒരു ഇത് കാരണം ഉണ്ടായ ജോബ് ലോസസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യുക എന്നതാണ് ഒരു ഐഡിയ. സോ മനസ്സിലാക്കിയത് റോബോട്ടാക്സ് ഒരു എത്തിക് പരമായിട്ട് ഇതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ യു നീഡ് ടു നോ ദി വ്യൂ പോയിന്റ്സ്. ഓക്കെ, റോബോട്ടാക്സ് കൊണ്ടിരുന്നത് കൊണ്ടുള്ള ഇപ്പൊ എത്തിക്സ് നിങ്ങൾക്ക് ഒരു സജഷൻ വെക്കാം. ഇപ്പം വന്നത് കാരണം ഒരുപാട് ജോബ് നഷ്ടങ്ങൾ ഉണ്ടായി, എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ യു കുഡ് സജസ്റ്റ് ആയിട്ട് റോബോട്ടാക്സ് എന്ന ഐഡിയനെ കുറിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ബെറ്റർ മാൻഫുൾ. ഓക്കെ, മനസ്സിലാക്കാം. നെക്സ്റ്റ് അബൌട്ട് ദി സീക്ക വൈറസ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് സീക്ക വൈറസിനെ കുറിച്ച് മനസ്സിലാക്കണം. എന്താണ് സീക്ക വൈറസ് എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് സീക്ക വൈറസ് അതിന്റെ സർവൈലൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇഫ് യു ആർ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ സീക്ക വൈറസിനെ കുറിച്ച് അറിയിക്കാം. ഓക്കെ, സോ പൂനെയിൽ മഹാരാഷ്ട്രയിൽ 15 കേസസ് ഓഫ് സീക്ക വൈറസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് 8 പ്രഗ്നന്റ് വുമൻസ്. ഇനി കർണാടകയിലേക്ക് നോക്കുവാണെങ്കിൽ, ലുക്ക് അറ്റ് ദ കേസ് ഓഫ് കർണാടക, ഒരു 74-year-old പേഷ്യന്റ് ഡെത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് ഡ്യൂ ടു ദി സിക്ക പേഷ്യന്റ് ആയിരുന്നു. ഓക്കെ, സോ അതാണ് സർവൈലൻസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സീക്ക ട്രാൻസ്മിഷൻ ആൻഡ് സിംറ്റംസ്. സീക്ക പ്രൈമറിലി ട്രാൻസ്മിറ്റ് ആവുന്നത് എയ്ഡ്സ് മോസ്കിറ്റോയിൽ കൂടാണ്. എയ്ഡസ് മോസ്കിറ്റോ പ്രൈമറി. ഓക്കെ, പക്ഷെ ഇതെന്ത് ചെയ്യാം, വേറെ രീതിയിൽ കൂടെ സ്പ്രെഡ് ആവും. ഹൗ? സെക്ഷൽ കോണ്ടാക്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, അതുപോലെ ഫ്രം എ മദർ ടു ഫിറ്റസ്. ഓക്കെ, സോ സിംറ്റംസ് എന്ന് പറയുന്നത് റാഷ്, ഫീവർ, കോൺജക്ടിവ്സ്, മസിൽ ജോയിന്റ് പെയിൻ, ഹെഡ് ഏക്ക്. സോ ഇതൊക്കെ ഒരു ടിപ്പിക്കലി ഒരു മൈൽഡ് ആയിട്ട് 2 to 7 days ഉണ്ടാകും. ഓക്കെ, സോ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ലാബോറട്ടറി ടെസ്റ്റുകളാണ്. സോ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു അപ്രൂവ് ഡയഗ്നോ ടെസ്റ്റ് ഇല്ല, അതുതന്നെയാണ് ഏറ്റവും വലിയ ഡിലേ എന്ന് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR ഓൾറെഡി ടെസ്റ്റിംഗ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈവൻ ഡെങ്കിക്കും ചിക്കൻ കുനിയാക്കും ഉള്ള സിംറ്റംസിനുള്ള ടെസ്റ്റിംഗ് കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിക്കാക്ക് ഒരുപാട് ബർത്ത് ഡിഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതായത് മൈക്രോഫെലി, അതുപോലെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ലൈക്ക് ദി കില്ലിയൻ ബറേ സിൻഡ്രോം. ഓക്കെ, ഈ ഒരു പേരുകളൊക്കെ ഓർത്തിരിക്കണം, കില്ലിയൻ ബാരേ സിൻഡ്രോം. ഇത് ന്യൂസിൽ ഉണ്ടായിരുന്നു, ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ഈസ് ദർ എ വാക്സിൻ ഫോർ ദിസ് വൈറസ്? ദർ ഇസ് നോ വാക്സിൻ. ഓക്കെ, മനസ്സിലാക്കും. ഓക്കെ, ഇതിന്റെ ഡെവലപ്മെന്റ് ഓൺഗോയിങ് ആണ്, ബട്ട് ദർ ഇസ് നോ വാക്സിൻ സ്റ്റിൽ. നെക്സ്റ്റ്, ഫ്രം ദി എഡിറ്റോറിയൽ പേജ് വി ഹാവ് എ കോളം സെക്കുലർ റെമഡി. സോ എന്താണ് ഈ ഒരു സെക്കുലർ റെമഡി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് ഒരു പേഴ്സണൽ ലോസ്, സെക്കുലർ ലോ എന്നൊരു മെയിൻസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. GST, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിഗ്നിഫിക്കന്റ് പ്രൊവിഷൻസ് ആൻഡ് ബേസിക്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു കോളം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ റീസെന്റ് നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഓക്കെ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് മുസ്ലിം വുമണിന് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ദാറ്റ് ഈസ് ദി CRPC. ഓക്കെ, സോ അണ്ടർ ദി CRPC ഒരു മുസ്ലിം വുമണിന് മെയിൻ്റെനൻസ് സീക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻ്റെനൻസ് സീക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സെക്കുലർ റെമഡി. ഓക്കെ, സോ ഇതിന് മുമ്പ് ഒരു 1986 ലോ ഇമ്പാക്ടിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ദ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഡിവോഴ്സ് ആക്ട് 1986. ഓക്കെ, സോ ഇത് എന്ത് ചെയ്തു, മുസ്ലിം പേഴ്സണൽ ലോക്കകത്തുള്ള ഷാബാന കേസിനകത്ത് കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു അവർക്ക് മെയിൻ്റെനൻസ് സീക്കാൻ. ആ ഒരു വാദത്തിനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം വുമണിന്
മെയിൻ്റെനൻസ് CRPC അണ്ടറിൽ സീക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് 2001 റൂൾ ചെയ്ത കാര്യം 1986 അപ്ഹോൾഡ് ചെയ്തു. ബട്ട് ഇന്റർപ്രിറ്റ് ചെയ്തു മുസ്ലിം വുമൻസിന് സെക്കുലർ റെമഡീസിലോട്ട് ലിമിറ്റ് ചെയ്യരുത് എന്ന് മാത്രം അവർ പറഞ്ഞു. ഓക്കെ, അപ്പോഴാണ് ഹൈക്കോടതിയും പിന്നെ ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ റീസൺ വെർഡിക്റ്റ് എന്ന് വെച്ചാൽ കോർട്ട് റൂൾ ചെയ്തു 1986 ആക്ടിലെ പ്രൊവിഷൻ എന്ന് പറയുന്നത് CRPCനെ ലംഘിക്കുകയോ അല്ലെങ്കിൽ CRPCനെ ഡീറോഗേറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സോ ജസ്റ്റിസ് അവിടെ രണ്ട് ജസ്റ്റിസിന്റെ ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ജസ്റ്റിസ് ഇത് ജസ്റ്റിസ് മസെ, അത് സെക്കൻഡ് വൺ ഇസ് ദി നാഗരത്നാസ് പെർസ്പെക്ടീവ്സ്. സോ രണ്ടുപേരും പെർസ്പെക്ടീവ്സ് ഇവിടെ പറയുന്നുണ്ട്. സോ മാസയുടെ പെർസ്പെക്ടീവ് എന്താ വെച്ചാൽ പേഴ്സണൽ ലോയും സെക്കുലർ റെമഡീസും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യണം. സോ CRPC ആപ്ലിക്കബിൾ ആണ് ആ വുമണിന് സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ 1986 ഓൾറെഡി പറയുന്നുണ്ട് ഹസ്ബൻഡ് സപ്പോർട്ട് കൊടുക്കണം. സോ ഇത് രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തനിയെ മെയിൻ്റെനൻസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ 1986 ലോനെയും CRPCനെയും ഒരുമിച്ച് വെച്ചുകൊണ്ട് തന്നെ സെക്കുലർ റെമഡി പോസിബിൾ എന്നുള്ള കാര്യം മാസികയുടെ പോയിന്റിൽ പറയുന്നു. ജസ്റ്റ് നാഗർനാഥ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് CRPC എയിം ചെയ്യുന്നത് വുമൻസിന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എന്താണ് ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കും ഒരേപോലെ കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയാണ് CRPC അംഗത്വം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 1986 ആക്ട് എന്ന് പറയുന്നത് വേറൊരു ലീഗൽ റൈറ്റ്സ് ഇല്ലാതെ തന്നെ കോഡിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്ന 1986 ആക്ടുമാണ്. സോ മെയിൻലി ഈ രണ്ട് ആക്ടും ഒന്നും തന്നെ വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നും മറ്റൊന്നിനെ ക്രോസ് ചെക്ക് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല, മറിച്ച് രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യുകയും തന്നെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ഇതാണ് ഇത് നമ്മൾ സെക്കുലർ റെമഡിയിൽ നിന്നും ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇതിനെ സംബന്ധിച്ച് there were many prelims news regarding this diverse Muslim women. So ഇതിനെല്ലാം കളക്ട് ചെയ്ത് വെച്ചോ because you could use this as a main pointers. Okay, next we have editorial എന്നുള്ള ന്യൂസുകളുണ്ട്. Can about the budget, about the finance commission's allocations to the states. So സ്റ്റേറ്റ്സിന് എങ്ങനെയാണ് ഈ ഒരു അലോക്കേഷൻസ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇതൊരു ഡീറ്റെയിൽ ടോപ്പിക് ആണ്, എങ്കിലും ഒരു ചെറിയൊരു ഐഡിയ ഫ്രം ദി എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. സോ ചെറിയൊരു ഐഡിയ ഞാൻ തരാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് എന്ത് ബേസിസിലാണ് ഫിനാൻസ് കമ്മീഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്ര മണിയാണ് ഓരോ സ്റ്റേറ്റ്സിനും അലോക്കേറ്റ് ചെയ്യേണ്ടതാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ ഡിസൈഡ് ചെയ്യുന്നത്? ഹൗ ഫിനാൻസ് കമ്മീഷൻ ഡിസൈഡ് എത്ര കാശ് ഈ ഒരു സ്റ്റേറ്റിന് കൊടുക്കണം എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഫസ്റ്റ് ദേ ഡിസൈഡ് ത്രൂ ദി സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ്. Statutory grants, that's in Article 275. So statutory grants, Finance Commission of India എന്ത് ചെയ്യും? സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 275 പ്രകാരം എന്ത് ചെയ്യും? സ്റ്റേറ്റ്സിന് കൊടുക്കും. ഈ ഗ്രാന്റ്സിന് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്? ഈ ഗ്രാന്റ്സിന്റെ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ദീസ് കംസ് ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യക്കുള്ള ഫണ്ടുകളാണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ഫണ്ടിനകത്ത് ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ് എന്താണുള്ളതെന്ന് വെച്ചാൽ ഡിവിസിബിൾ ടാക്സ് പൂൾ, അതായത് നമുക്ക് ഈ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ സെൻട്രൽ ഗവൺമെന്റ്, അതിൽ നിന്നും ആ ടാക്സിനെ വീതിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഡിവിസിബിൾ ടാക്സ് പൂൾ എന്ന് പറയുന്നത്. സോ 15 ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സ്റ്റേറ്റ്സിന് ഈ പൂളിൽ നിന്നും 41% വെർട്ടിക്കൽ ഡെവല്യൂഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ തന്നെ ലോക്കൽ ബോഡി ഗ്രാന്റ്സ് ഉണ്ട്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്സ് ഉണ്ട്, പെർഫോമൻസ് ബേസ്ഡ് ഗ്രാന്റ്സ് ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പുതിയ എക്കണോമിയുടെ ടേം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. സോ ഡിസൈഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ് ആണ്. സെക്കൻഡ് ആണ് ഡിസ്ക്രിഷണറി ഗ്രാന്റ്സ്. Discretionary grants. This is said in Article 286. Okay, എന്താണ് ഡിസ്ക്രിഷണറി ഗ്രാന്റ്സ്? ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെന്റീവ്സ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് അവരുടെ സ്പെഷ്യൽ പെർഫോമൻസ് ക്രൈറ്റീരിയ പ്രകാരം അവർ എത്രത്തോളം അച്ചീവ് ചെയ്യും അതനുസരിച്ച് കൊടുക്കുന്ന ഇൻസെന്റീവ്സ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ഡിസിപ്ലിൻ, ടാക്സ് എഫോർട്ട്, എക്സ്പെൻഡിച്ചർ എങ്ങനെ മാനേജ് ചെയ്തു, അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു എന്നെ ബേസ് ചെയ്താണ് അവരെന്ത് ചെയ്യുന്നത് ഈ ഒരു ഗ്രാന്റുകൾ നിശ്ചയിക്കുന്നത്. ഓക്കെ, അതാണ് എന്താണ് സോറി ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നത് പെർഫോമൻസ് ഗ്രാന്റിനെ കുറിച്ചാണ്. പെർഫോമൻസ് ഗ്രാന്റ്സും ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സിന് അണ്ടർ വരുന്ന ഒരു ഗ്രാന്റ് ആണ്. സോറി, മാറിപ്പോയതാണ്. പെർഫോമൻസ് ഗ്രാന്റിനകത്ത് ഞാൻ പറഞ്ഞ പെർഫോമൻസ് ബേസ് ചെയ്ത് ഇൻസെന്റീവ്സ് കൊടുക്കുന്നതിനാണ് പെർഫോമൻസ് ഗ്രാന്റ്. ഇനി ഡിസ്ക്രിഷണറി ഗ്രാന്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 70% ഓഫ് ദ ഫണ്ട്സ് സെൻട്രൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് നോൺ ഡിസ്ക്രിഷണറി ആണ്. ഓക്കെ, 30% സ്പെൻഡ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി ആണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ് പോലെ അല്ല, ഈ ഡിസ്ക്രിഷണറി ഗ്രാന്റ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിനുള്ള കംപ്ലീറ്റ് ഫ്രീഡം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സിൽ ഓൾറെഡി ഫിനാൻസ് കമ്മീഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത്ര ശതമാനം കൊടുക്കണം.
അല്ലെങ്കിൽ ഇത്ര ഗ്രാൻഡുകൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഡിസ്ക്രിപ്ഷണറി ഗ്രാൻഡിൽ 30% ഗ്രാൻഡിന്റെ കംപ്ലീറ്റ് ഫ്രീഡം സെൻട്രൽ ഗവൺമെന്റ് ആണ്. അവർക്ക് ഈ ഡിസ്ക്രിപ്ഷൻ കണ്ട് കൊടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കുക. ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ല, നിർബന്ധമായും നിങ്ങൾ സ്റ്റേറ്റിന് കൊടുക്കണം എന്നുള്ള ഒരു വാദവുമില്ല. ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഓക്കെ, നോർമലി ഈ ഒരു ഗ്രാൻഡ്സ് ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത് സെൻട്രൽ സ്പോൺസർ സ്കീംസിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൽ ഏതെങ്കിലും പ്രൊജക്ട്സിനും വേണ്ടിയായിരിക്കും കൊടുക്കുന്നത്. സോ ഇതിൽ ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നും സംസാരിക്കുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു അലോക്കേഷൻ കൂടുതൽ ഫണ്ട് ഒരു സർട്ടൻ സ്റ്റേറ്റിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലോങ് ടേം എക്കണോമിക് പെർഫോമൻസ് അത് ബൂസ്റ്റ് ചെയ്യുമോ? അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്, ലെറ്റ് us say സ്റ്റേറ്റ് എക്സ്, ഈ ഒരു സ്റ്റേറ്റിന് എക്സിന് കൂടുതൽ അലോക്കേഷൻ ഓഫ് ഫണ്ട് കൊടുക്കുകയാണ് എങ്കിൽ അവരുടെ അവരുടെ ലോങ് ടേം എക്കണോമിക് പെർഫോമൻസിനെ ഇത് ബൂസ്റ്റ് ചെയ്യുമോ എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പബ്ലിക്കും പ്രൈവറ്റ് സെക്ടറും കൂടെ ഒരുമിച്ചാണ് ഒരു സ്റ്റേറ്റിനെ ഡെവലപ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈവൻ ദോ ഒരു സ്റ്റേറ്റ് സെൻട്രൽ നിന്ന് ഹയർ അലോക്കേഷൻ സ്റ്റേറ്റിന് കൊടുത്താൽ അവരുടെ ആ സ്റ്റേറ്റിന്റെ ഗ്രോത്തിനെ അത് ബൂസ്റ്റ് ചെയ്യാം. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെവൽ ഓഫ് ഗവേണൻസ്. ആ സ്റ്റേറ്റിലെ ലെവൽ ഓഫ് ഗവേണൻസ് എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് എത്രത്തോളം പെർഫോമൻസ് എത്രത്തോളം വെല്ലായിട്ടാണോ നടത്തിക്കൊണ്ട് പോകുന്നത് അതനുസരിച്ച് അടുത്ത ബൂസ്റ്റ്. അതുപോലെ തന്നെ എന്തെല്ലാം റിസോഴ്സസ് ആണോ സ്റ്റേറ്റ് കിട്ടിയിരിക്കുന്നത് എത്രത്തോളം അവർ ഡെവലപ്മെന്റിന് സ്പെൻഡ് ചെയ്തിരിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ലോങ് ടേം പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം നോക്കുകയാണെങ്കിൽ പൂർ സ്റ്റേറ്റിലെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ ലീക്കേജ് ഓഫ് ഫണ്ട്സ് ഒരുപാട് നടന്നിട്ടുണ്ട്. കിട്ടിയിരിക്കുന്ന ഫണ്ടുകളെല്ലാം തന്നെ ലീക്ക് ആയിട്ടുണ്ട്. സോ അത് ലോങ് ടേം ഡെവലപ്മെന്റ് പോയിട്ടില്ല. അതിന് ഉദാഹരണമാണ് ബീഹാർ. അവിടെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ആവറേജിനെക്കാട്ടും കുറവ്. ഓക്കെ, മനസ്സിലാവും. ഇനി ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബാങ്ക് അവരുടെ ഡെപ്പോസിറ്റിൽ നിന്നും കൊടുക്കുകയാണ്. ഓക്കെ, അവരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് എത്രത്തോളം കൊടുക്കുന്ന റേഷ്യോ ആണ്, അതായത് എത്രത്തോളം ലോൺസ് ആണ് അവർക്ക് കൊടുക്കുന്നത് ഡിവൈഡഡ് ബൈ എത്രത്തോളം തിരിച്ചു കിട്ടുന്നുള്ളത് നോക്കുന്നതിനാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഒരു ബാങ്ക് എത്രത്തോളം ലീസ് ചെയ്യുന്നു, അപ്പം ഒരു ബാങ്ക് എത്രത്തോളം ലോൺ കൊടുക്കുന്നു ഡിവൈഡഡ് ബൈ ഹൗ മച്ച് ദേ റിസീവ്. അതുപോലെ ഒരു സ്റ്റേറ്റിന് കൊടുക്കുന്ന ബാങ്ക് ലോൺ, സ്റ്റേറ്റിന് കൊടുക്കുന്ന ഗ്രാൻഡിൽ നിന്ന് എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് നോക്കുന്നതാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ. ആൻഡ് ബീഹാർ ഇസ് വെരി പുവർ ഇൻ ദാറ്റ്. ഓക്കെ, മനസ്സിലാക്കാം. സോ ഗ്രാൻഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിയിൽ പഠിക്കും, ബട്ട് ജസ്റ്റ് കീപ് ആൻ ഓവറോൾ ഐഡിയ. നെക്സ്റ്റ്, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യസ് EV സ്പേസ്. നമുക്കറിയാം ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആർ ലീഡിങ് ദി മാർക്കറ്റ്. സോ ഈ ഒരു മാർക്കറ്റ് ലീഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ? നമുക്കറിയാം ഏപ്രിലില് മാർച്ചിൽ ഇന്ത്യ ഒരു പോളിസി കൊണ്ടുവരുന്നു. ആ ഒരു പോളിസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ത്യ നോക്കുന്നത്. സോ ഗവൺമെന്റ് അതിന്റെ എക്സ്പാൻഷൻ, ആ മാർച്ച് പോളിസി എക്സ്പാൻഡ് ചെയ്യാൻ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. സോ ഈ ഒരു പോളിസി എയിം ചെയ്യുന്നത് ഗ്ലോബൽ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന്, സോ ബ്രിങ് ഇൻ ദി ഗ്ലോബൽ പ്ലെയേഴ്സ്, EVയിലെ ഗ്ലോബൽ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ലോക്കൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, ലോക്കൽ പ്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുക, ടു ഇൻവെസ്റ്റ് ഇൻ ദി ഡൊമസ്റ്റിക് എക്കോസിസ്റ്റം, നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിന് പരമായിട്ട് കുറച്ച് റിവൈസ്ഡ് പോളിസീസ് ഉണ്ട്. സോ ഈ റിവൈസ്ഡ് പോളിസീസ് ഒഫീഷ്യലി ഓഗസ്റ്റിൽ അനൗൺസ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. സോ മാർച്ചിൻ പോളിസിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് EV എക്കോസിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക, ലേറ്റസ്റ്റ് ഓഫ് ടെക്നോളജിയിലേക്കുള്ള ആക്സസ് നൽകുക എന്നതായിരുന്നു. സോ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നതായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി, EVസിലുള്ള കംപ്ലീറ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടീസിനകത്ത് ഇവർ ഒരുപാട് റിഡക്ഷൻ കൊണ്ടുവന്നു. എന്തിനാണ്? ഗ്ലോബൽ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. 70% to 100% ഡ്യൂട്ടിയിൽ നിന്നും ഇവരെന്ത് ചെയ്തു? ഇറ്റ് വാസ് റെഡ്യൂസ്ഡ് ടു 15%. ഇമ്പോർട്ട് ഡ്യൂട്ടി അവർ റെഡ്യൂസ് ചെയ്തു. 70% 100% ഡ്യൂട്ടിയിൽ നിന്ന് 15% അവർ റെഡ്യൂസ് ചെയ്തു. വൈ? ടു സപ്പോർട്ട് ദിസ്. സോ എന്തിനാണ് നമുക്ക് ഇന്ത്യക്ക് EV സ്പേസിൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 നീതി ആയോഗ്, തിങ്ക് ടാങ്ക് ഓഫ് ഇന്ത്യ, ഓക്കെ, നീതി ആയോഗ് എന്ത് ചെയ്തു? റിപ്പോർട്ട് എംഫസൈസ് ചെയ്ത് പറഞ്ഞു നമുക്ക് EVs മെയിൻറ്റെയിൻ ചെയ്യാനും ഓൺ ചെയ്യാനും എക്കണോമിക്സ് ആവശ്യമാണ്, എക്കണോമിക്സ് ഇവിടെ വരണമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് സജസ്റ്റ് ചെയ്തിരുന്നു EV അഡോപ്ഷൻ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോസ്റ്റിനകത്ത് ഒരുപാട് ഡിക്ലൈൻ ചെയ്യാൻ പറ്റും, നമ്മുടെ ഫിനാൻസിൽ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്ന റിപ്പോർട്ട് പറഞ്ഞിരുന്നു. സോ ഇന്ത്യ ഫേസ് ചെയ്യുന്ന കാര്യം, ഫേസ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലെ സെൽ കമ്പോണൻസ്, EVക്ക് വേണ്ടിയുള്ള സെൽ കമ്പോണൻസ് നിർമ്മിക്കുന്നതിലായിരുന്നു ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ദിസ് വാസ് ദി മേജർ പ്രോബ്ലം, സെൽ കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതിന് എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിരുന്നു. അത് സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗ്ലോബൽ പ്ലെയേഴ്സ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പാരഡൈറ്റിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? EV പോളിസി ഇവര് കൊണ്ടുവന്നു.
സോ EV പോളിസി ഷെയർ ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് US, ചൈന ആൻഡ് യൂറോപ്പിൽ ഉള്ളവർക്ക് കേസ് ബൈ കേസ് ഇൻസെന്റീവ്സ് കൊടുക്കുന്നതിനെ കുറിച്ച് അവർ പഠിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കാൻ ഇവർ പോളിസിയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി യൂറോപ്പിലും US നോക്കുകയാണെങ്കിൽ അവരുടെ EV ബാറ്ററി ഡിമാൻഡ്സ് അവർ 20 to 30% മീറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ട്സിൽ നിന്നാണ്. ഓക്കെ, സോ ഇതും ഇന്ത്യയും ഇവിടെ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന വഴി എന്ത് ചെയ്യാം, ഗ്ലോബൽ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ടൈ അപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു EV പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്സ് EV സ്പേസിൽ നോക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ EV സ്പേസിന്റെ ഈ ഒരു സെക്ടറിന്റെ ഇപ്പോഴത്തെ കറണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സിഗ്നൽ. ഓക്കെ, മനസ്സിലാക്കും. നെക്സ്റ്റ്, വൈ ആർ ഡെങ്കു കേസസ് ഓൺ ദി റൈസ് വേൾഡ് വൈഡ്? എന്തുകൊണ്ടാണ് ഡെങ്കു കേസസ് വേൾഡ് വൈഡിൽ കൂടിയിരിക്കുന്നത്? ഓക്കെ, പാസ്റ്റ് ഫ്യൂ വീക്സിൽ കേസ് ഓഫ് ഡെങ്കു കേസസ് റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ ഇൻ കർണാടക. ഓക്കെ, കർണാടകയിൽ ഒരു റാപ്പിഡ് സർജറി അനുസരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കേസസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡെങ്കു? ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡെങ്കു. ഓക്കെ, ഡെങ്കു എന്ന് പറയുന്നത് അഥവാ ബ്രേക്ക് ബോൺ ഫീവർ, ഇറ്റ് ഈസ് എ വൈറൽ ഇൻഫെക്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ viral infection. It spreads from mosquitoes to people. ട്രോപ്പിക്കൽ ആൻഡ് സബ്ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഡെങ്കു വരുന്ന ആളുകൾക്ക് മോസ്റ്റ്ലി സിംറ്റംസ് കാണില്ല, പക്ഷെ സിംറ്റംസ് ഉണ്ടാകുന്നവർക്ക് കോമൺ സിംറ്റംസ് ആയിട്ട് ഹൈ ഫീവർ, ഹെഡ് ഏക്ക്, ബോഡി ഏക്ക്, പിന്നെ റാഷസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അവർക്ക് 1-2 ആഴ്ചയിൽ അത് ബെറ്റർ ആകും. പക്ഷെ ചില ആൾക്കാർക്ക് സിവിയർ ഡെങ്കു ആയിരിക്കും, അപ്പോൾ ഹോസ്പിറ്റലിൽ കെയർ വേണം. സിവിയർ കേസസിൽ ഡെങ്കുവിലും ഫാറ്റിലാകാം. ഓക്കെ, അപ്പം മോസ്കിറ്റോ ബൈറ്റ്സ് അവോയ്ഡ് ചെയ്യുക എന്നതാണ് ഇതിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഓക്കെ, പെയിൻ മെഡിസിൻ ആണ് ഇതിന് നോർമലി ചെയ്യുന്നത്, കാരണം സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇതിന് കറന്റ് നമുക്ക് അവൈലബിൾ. ഇനി ഡെങ്കിയുടെ ഗ്ലോബൽ സിറ്റുവേഷൻ എന്താന്ന് നോക്കി കഴിഞ്ഞാൽ WHO കണക്ക് പ്രകാരം ആസ് ഓഫ് April 30 വരെയാണ് there is 7.6 million cases reported across in the world in 2024. ഓക്കെ, അതിൽ 3.4 million കേസസ് എന്ന് പറയുന്നത് കൺഫേംഡ് കേസസ് ആണ്. ഓക്കെ, സോ 90 കൺട്രീസിൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഡെങ്കു ട്രാൻസ്മിഷൻസ് ഉണ്ടെന്നാണ് WHO പറയുന്നത്. അറ്റ്ലീസ്റ്റ് 5 കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യയിലെ മൺസൂൺ സീസൺ ആകുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്രീഡിങ്ങും അതുപോലെ എയ്ഡ്സ് മോസ്കിറ്റോയുടെ സർവൈവൽ നടക്കുന്നുണ്ട്. കാരണം ഒരുപാട് അധികം ഡെങ്കു കേസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് WHO റിപ്പോർട്ട് പറയുന്നത്. ഇനി ഡെങ്കു എങ്ങനെയാണ് സ്പ്രെഡ് എന്ന് വെച്ചാൽ ഹ്യൂമൻസിനെ ഈ ഒരു ഇൻഫെക്റ്റഡ് മോസ്കിറ്റോസ് കടിക്കുമ്പോഴാണ് സ്പ്രെഡ് ആകുന്നത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഡെങ്കു കേസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. മൺസൂൺ സ്റ്റാർട്ട് ചെയ്തതിന് കാരണം വെള്ളക്കെട്ടുകൾ ഉണ്ടാകുകയും ആ വെള്ളക്കെട്ടുകളിൽ മുട്ടക്കുഞ്ഞുങ്ങൾ വിരിയുകയും ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് മോസ്കിറ്റോസ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ആ മോസ്കിറ്റോസ് പിന്നെ ഡെങ്കു സ്പ്രെഡ് ചെയ്ത് പോകുകയെന്നാണ് WHO പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. സോ ഇതുകൊണ്ടാണ് ഡെങ്കു കേസ് വേൾഡ് വൈഡ് തന്നെ റൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. Next, from the economic sector, we have food prices are vary, but June inflation may not exceed 5%. Inflation ജൂണിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം ജൂൺ റിപ്പോർട്ട് പ്രകാരം 5% എക്സീഡ് ആവത്തില്ല എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എക്കണോമിസ്റ്റുകൾ പറയുന്നത്. സോ എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ, എന്താണ് WP, എന്താണ് CPI, know these terms. Okay. Next, China is building 2/3 of new wind and solar capacity. This is a important main fact in case of IR and also in energy. അപ്പോൾ വേൾഡിലെ തന്നെ 2/3 ഓഫ് ദി ബിഗ് വിൻഡ് ആൻഡ് സോളർ എനർജി ഇപ്പോൾ ചൈനയിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചൈന ഈസ് ബിൽഡിംഗ് ഏകദേശം 339 GW ഓഫ് യൂട്ടിലിറ്റി സ്കെയിൽ വിൻഡ് ആൻഡ് സോളാർ. ഓക്കെ, 64% ഓഫ് ദി ഗ്ലോബ്സ് ടോട്ടൽ എനർജി എന്നാണ് ഗ്ലോബൽ എനർജി മോണിറ്റർ, US ബേസ്ഡ് ആയിട്ടുള്ള തിങ്ക് ടാങ്ക് ആണ് ഗ്ലോബൽ എനർജി മോണിറ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ മെയിൻ ഫാക്ട്. നെക്സ്റ്റ്, thousands pay respect to Srebrenica genocide victims. Okay, സോ ഇതൊരു 1995 നടന്ന ജിനോസൈഡ് ആണ്. ഓക്കെ, ഈ സംഭവത്തിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് നോക്ക്. ബൊസ്നിയൻ വാറിൽ നടന്ന ഒരു ജിനോസൈഡ് ആണ്. ഓക്കെ, മുസ്ലിംസിനൊക്കെ കൊന്നടക്കിയ ഒരു മുസ്ലിംസ് മെൻസ് ആൻഡ് വുമൻസിനൊക്കെ കൊന്നൊടുക്കിയ ഒരു കഥയാണ്. സോ വേറെ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്യാം. അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം 1995 ജിനോസൈഡ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, സോ അതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം ടുഡേ ഫ്രം ഹിന്ദുസിൽ നിന്നുള്ള ഇത്രയാണ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. സോ മേക്ക് ഷുവർ ഒരു ന്യൂസ് ജസ്റ്റ് വായിച്ചു പോകുകയോ അല്ലെങ്കിൽ ന്യൂസിന്റെ ഹെഡ്ലൈൻ വായിച്ചിട്ട് ജസ്റ്റ് മനസ്സിലാക്കി പോകുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു ന്യൂസിൽ നിന്നും ഒരു പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് എന്തെല്ലാം ലഭിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ആസ് ഐ സെഡ്,
ന്യൂസ് പേപ്പർ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കണ്ടിന്യൂസ്ലി ഒരാൾ 1 ഇയർ ഫോളോ ചെയ്യുമെങ്കിൽ ഹി വിൽ ബി ഗെറ്റിംഗ് എ ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് നോളജ്. ഒരു മാഗസീനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഫോളോ ചെയ്യുന്ന ലോട്ട് ഓഫ് നോളജ് ആൾക്ക് ലഭ്യമായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.